കുറെ കാലമായിട്ട് വളരെ അടുത്തറിയാം. ഒളിഞ്ഞും തെളിഞ്ഞും ചിരിച്ചും കളിച്ചും കലഹിച്ചും ജീവിച്ച ഞങ്ങളുടെ സിറിൽ. ഈ മനുഷ്യന് ഈ മരണത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? എനിക്കറിയില്ല. പക്ഷെ ചിലതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കരുതുന്നത്. 2022 അസുഖമാകുന്നതിന് 1 വർഷം മുൻപ് ഒരു ദിവസം വൈകുന്നേരം സായാഹ്ന സവാരിക്കിറങ്ങിയിട്ട് തിരിച്ചു വന്ന് അദ്ദേഹം മുറിയിലിരുന്ന് കോറിയിട്ട ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു കവിതയുണ്ട്. അത് അദ്ദേഹം 2-3 സുഹൃത്തുക്കൾക്ക്, ഷിബു അച്ഛന്, സെബാസ്റ്റ്യൻ അച്ഛന് ഒക്കെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു അത് മലയാളത്തിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഭാഷയുടെ കാഠിന്യമോ സൗന്ദര്യമോ കാരണം അവർക്കത് സാധിച്ചില്ല. അവർ തിരിച്ചെഴുതി, ബ്രോ പറ്റുകയില്ല. ഷിബു അച്ഛൻ യാദൃശ്ചികമായിട്ടാണ് മിനിയാന്ന് ഈ കവിത എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞാ ഇതിനൊരു ഫസ്റ്റ് പാർട്ടും കൂടി ഉണ്ടായിരുന്നു, കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു അന്വേഷിച്ച് നോക്ക്. വളരെ മണിക്കൂറുകളുടെ അന്വേഷണത്തിന് ശേഷം ഈ ഫസ്റ്റ് പാർട്ടും കൂടെ അദ്ദേഹം ഞങ്ങൾക്ക് തിരിച്ചയച്ചു. അതിനെ ഞങ്ങൾ ഒന്ന് വിവർത്തനം ചെയ്യുവാൻ ശ്രമിച്ചു. ഏകദേശം അത് ഞാൻ ഇങ്ങനെ വായിക്കുന്നു. താഴ്വരകളുടെ ആരവത്തിൽ നഷ്ടപ്പെട്ടിട്ടും ഞാൻ ദൂരെ ഒരു പ്രതിധ്വനി കേൾക്കുന്നു. താഴേക്ക് ഇളം കാറ്റിറങ്ങും പോലെ ഒരു മൃദു ശബ്ദം ഹൃദയത്തിന്റെ ആഴത്തിൽ എന്നോട് മന്ത്രിക്കുകയാണ്. ആവേശോജ്വലമായ ആരോഹണത്തിനായി നന്നായി ഒരുങ്ങുക. പിന്നിൽ നിന്ന് എന്നെ പിന്നോക്കം പിടിക്കുന്നത് ബന്ധങ്ങളാണെങ്കിലും മുന്നോട്ട് നീങ്ങുവാനാണ് എൻ്റെ ആഗ്രഹം. വിട ചൊല്ലാനായി തിരിഞ്ഞു നോക്കിയ ഞാൻ കാണുന്നത് ഈറനണിഞ്ഞ കണ്ണുകളാണ്. മാംസരക്തങ്ങളുടെ സഹജവാസനയാൽ ബന്ധിക്കപ്പെട്ടും മധുരവും തിക്തവുമായ സ്മൃതികളാൽ ഭാരപ്പെട്ടും ചിന്താക്കുഴപ്പത്തിന്റെയും വിസ്മൃതിയുടെയും ഈ താഴ്വാരത്തിൽ സ്വതന്ത്രമായി പറക്കാമെന്നുള്ള പ്രതീക്ഷ മാഞ്ഞേ പോകുന്നു. അപ്പോഴും ഒരു മാത്ര ഞാൻ കാണുന്നു. എൻ്റെ സ്വപ്നരാവുകളുടെ സ്വർഗസുന്ദര ദീപ്തി. പർവ്വതങ്ങൾക്കും മേലെയുള്ള താഴ്വരകളിലെ സങ്കടങ്ങൾ മാഞ്ഞുപോകുന്ന, ഹൃദയ അഭിലാഷങ്ങൾ പൂത്തുലയുന്ന, അനന്തവിഹായുസിനും അപ്പുറത്തെ ആ ഭൂമിയിലേക്ക് എന്നെ റാഞ്ചിയെടുക്കുവാൻ കഴുകനെ പോലെ താഴ്ന്നു പറക്കുന്ന പ്രതീക്ഷ അവിടെ പ്രതിധ്വനിക്കുന്നു. താഴ്വരകൾ ഒരിക്കലും കേൾക്കില്ലാത്ത തരം മധുരമായ ഒരു ഗീതം. സൂര്യന്റെ 100 ഇരട്ടി തെളിച്ചമുള്ള ഒരു ദർശനം. ആകാശങ്ങളിൽ അങ്ങിങ്ങു വാഴുന്ന ലോകം മിഥ്യ എന്ന് എണ്ണുന്ന ഒരു ആനന്ദം. അന്വേഷക ഹൃദയത്തെ തൈലം പൂശുന്ന സ്വാതന്ത്ര്യത്തിന്റെ നിത്യസ്വർഗം. കഠിനമാണെങ്കിലും വിലങ്ങുകളും ചങ്ങലകളും തകർത്ത് അവിടേക്ക് പോകുവാൻ ഞാൻ ആശിക്കുന്നു. എല്ലാ ചങ്ങലകളും ചട്ടക്കൂടുകളും പൊളിച്ച് പൂർണ്ണ വീര്യത്തോടെ ഞാൻ പറന്നുയരും. എന്തെന്നാൽ ആകാശത്തിന്റെ പാട്ടും ഉയരങ്ങളുടെ ചാരുതയും എനിക്ക് ഇനിയും താങ്ങുവാനാകില്ല. മയക്കുന്ന കൈകളാൽ ആനന്ദകരമായ വിസ്മൃതിയിലേക്ക് എന്നെ അത് അടുപ്പിക്കുകയാണ്. എന്നാൽ നേരം പുലരും മുൻപേ, നിശാശലഭങ്ങൾ അപ്രത്യക്ഷമാകും മുൻപേ ഒരു വട്ടം കൂടി ആസ്വദിക്കട്ടെ ഞാൻ ഈ മൺപ്രദേശങ്ങളുടെ അമൃത്. സ്വരലയത്തിലും ഐക്യത്തിലും മലകൾ പാടുന്നിടം, പൂക്കൾ ചിരിക്കുന്നിടം, മുകിലുകൾ നൃത്തമാടുമിടം, സൗന്ദര്യവും തിളക്കവുമുള്ള ആ ദേശത്തേക്ക് നിത്യ പർവ്വതങ്ങൾ വിളിക്കുന്നു. പോകുവാൻ നേരമായി, അതിനാൽ ഞാൻ പോകട്ടെ. ഇതാണ് അതിനെ ഏകദേശം ഒന്ന് പരിഭാഷപ്പെടുത്തിയാൽ അത് ലക്ഷ്യം വഹിക്കുന്നത്. പ്രിയ സഹോദര, നിന്നെ തടയുവാൻ ഞങ്ങൾ ആര്? നീ പോയിക്കൊള്ളുക. നീ സ്വപ്നം കണ്ട, നീ ഒരുങ്ങിയ ആ നിത്യസ്വർഗത്തെ നീ സ്വന്തമാക്കിക്കൊള്ളുക.